എൻ്റെ പേര് ബിന്ദു ആൻ്റണി. ഞാൻ തൃശ്ശൂർ ഒല്ലൂരിൽ നിന്ന് വരുന്നു. ഞാനിവിടെ വന്നത് എൻ്റെ കടബാധ്യതകൾ പറഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിക്കാനാണ്. എൻ്റെ കടം എനിക്ക് താങ്ങാനധികമുണ്ട്, അത് പറഞ്ഞ് പ്രാർത്ഥിക്കാനാണ് ഞാൻ വന്നത്. എനിക്കിവിടെ വരാൻ കഴിഞ്ഞത് എനിക്കൊരു കൃപാസന പത്രം കിട്ടിയതുകൊണ്ടാണ്. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കാനാണ് വന്നത്. ഫെബ്രുവരി 5 ഉടമ്പടി എടുക്കാൻ വന്ന് ഇവിടെ ഉടമ്പടി ചെയ്യാൻ പറ്റിയില്ല, ബുധനാഴ്ചയേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഇവിടെ നിന്ന് ആരാധന കൂടി. ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് തീരെ വയ്യാത്ത അവസ്ഥയാണ്. ഞാൻ 4 ഇഞ്ചക്ഷൻ ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. എനിക്ക് അതിയായ ശ്വാസം മുട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ ഈ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുമ്പോൾ എൻ്റെ മാതാവിനോട് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ കടബാധ്യതകൾ മാത്രമാണ്, എൻ്റെ രോഗത്തെ പറ്റിയോ ഒന്നും ഞാൻ പറഞ്ഞിരുന്നില്ല. ഞാനിവിടെ വന്ന് 4:30 വരെ ഉപവാസാരാധനയിൽ കൂടി ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ നിന്ന് നേർച്ച വാങ്ങി, പത്രവും വാങ്ങി ഇറങ്ങി. മുറ്റത്തെത്തി കാലു വെച്ചപ്പോൾ എനിക്ക് ചുമയും ശ്വാസം മുട്ടും വന്ന് എനിക്ക് ഒരടി പോലും നീങ്ങാൻ വയ്യാതെ ഞാൻ അവിടെ നിന്നു. അപ്പം എൻ്റെ ഭർത്താവ് കൂടെയുണ്ട്. ഭർത്താവിനോട് പറഞ്ഞു എനിക്ക് നല്ല ചുമയുണ്ട്. ഞാൻ അപ്പം തന്നെ ഉടമ്പടി തേനെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി. ഇവിടെ ജോസഫ് അച്ഛൻ പറഞ്ഞത് ഓർമ്മ വന്നു. വിശ്വാസത്തോടു കൂടി വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശു വരച്ച് 2 തുള്ളി ഇത് കഴിച്ചാൽ ഏത് അസുഖവും മാറുമെന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ അതെടുത്ത് കഴിച്ചു. ഞാൻ അത് കഴിച്ച് നേരം എൻ്റെ ഇവിടെ നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒന്ന് ഇറങ്ങിപ്പോകുന്നത് പോലെ തോന്നി. എൻ്റെ ഈ അസുഖം 25 വർഷമായി ഞാൻ രാത്രിയിൽ ഉറങ്ങാതെ നേരം വെളുക്കുന്നത് വരെ പല രാത്രികളും ഞാൻ ഇരുന്നിട്ടുണ്ട്. എൻ്റെ ഭർത്താവ് എന്നെ പുറം തടവിയും നെഞ്ച് തടവിയും തന്ന് എന്നെ ഇരുത്തിയിട്ടുണ്ട് ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ. ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി 5 ഞാനിവിടെ വന്ന ഉടമ്പടി തേൻ കഴിച്ചതോടുകൂടി എൻ്റെ ഈ അസുഖം എൻ്റെ മാതാവ് എടുത്തു മാറ്റി. ഇന്ന് 1 മാസം ആവുന്നു. ഇന്ന് ഈ 1 മാസം ആവുന്നത് വരെ ഒരു മരുന്നും സ്ഥിരമായി ഞാൻ എരോക്കോട്ട് ദിവസവും 1-2 പ്രാവശ്യമാണ് ഡോക്ടർ വലിക്കാൻ പറഞ്ഞിരുന്നത്. പക്ഷേ 5-6 പ്രാവശ്യം എനിക്ക് ടെൻഷൻ കൂടുമ്പോൾ ശ്വാസം മുട്ട് പെട്ടെന്ന് വരും. 5-6 പ്രാവശ്യം ഞാൻ വലിക്കാറുണ്ട്. ആ എരോക്കോട്ട് ഇപ്പോൾ എൻ്റെ ബാഗിൽ നിന്ന് ഞാൻ എടുത്ത് കളഞ്ഞു. 1 മാസമായി ഒരു മരുന്നും ഞാൻ ചെയ്യുന്നില്ല. മാതാവിൻ്റെ അനുഗ്രഹത്തിൽ എൻ്റെ അസുഖം മാറി. ഞാൻ പ്രാർത്ഥിച്ചതിനല്ല എനിക്ക് മാതാവ് അനുഗ്രഹം തന്നു, എൻ്റെ രോഗം മാറ്റി തന്നു. എൻ്റെ ഞാൻ 13 വീണ്ടും വന്ന് ഞാനിവിടെ ഉടമ്പടി ചെയ്തു. 6 കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. എൻ്റെ മാതാവ് അത് പൂർണ്ണമായും എനിക്ക് നടത്തി തരുമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ചെയ്യും. ഈ മകളുടെ